രണ്ടാം വാരത്തിലും ഗംഭീര വിജയം നേടി മുന്നേറുകയാണ് കളങ്കാവൽ. 300-ൽ പരം സ്ക്രീനുകളിലാണ് വമ്പൻ ജനപിന്തുണയോടെ ചിത്രം പ്രദർശിപ്പിക്കുന്നത്. മമ്മൂട്ടിയും വിനായകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം 100 കോടി ക്ലബിലേക്ക് അടുക്കുകയാണ്. മമ്മൂട്ടി, വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ രണ്ടാം വാരത്തിലും വമ്പൻ വിജയം നേടി മുന്നേറുകയാണ്. ചിത്രം റിലീസ് ചെയ്ത് രണ്ടാമത്തെ ശനിയാഴ്ചയും ഗംഭീര ബുക്കിംഗാണ് കേരളത്തിലുടനീളം ലഭിച്ചിരിക്കുന്നത്. നിറഞ്ഞ സദസ്സുകളിൽ വമ്പൻ ജനപിന്തുണയോടെ മുന്നേറുന്ന ചിത്രം 300-ൽ പരം സ്ക്രീനുകളിലാണ് പ്രദർശിപ്പിക്കുന്നത്. ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന് തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന 7ാമത്തെ ചിത്രമാണ്. മമ്മൂട്ടി, വിനായകൻ എന്നിവരുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനം തന്നെയാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. റിലീസ് ചെയ്ത ആദ്യ വാരത്തിൽ തന്നെ ചിത്രം 50 കോടി ക്ലബിലെത്തിയിരുന്നു. ഭീഷ്മപർവം, കണ്ണൂർ സ്ക്വാഡ്, ബ്രഹ്മയുഗം, ടർബോ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം പിടിച്ച മമ്മൂട്ടി ചിത്രം കൂടിയാണ് കളങ്കാവൽ. സയനൈഡ് മോഹൻ കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കിയ ചിത്രം ആഗോളതലത്തിലും വലിയ വിജയം നേടുന്നുണ്ട്. ഗൾഫിലും തകർപ്പൻ പ്രകടനം നടത്തുന്ന ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ നടത്തിയത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. ഡിസംബർ 5-ന് തിയേറ്ററുകളിൽ എത്തിയ ചിത്രം 8 ദിവസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് 32.98 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷനായി നേടിയത്. 33.5 കോടി രൂപയാണ് വിദേശ ഗ്രോസ് കളക്ഷൻ. ഇതോടെ ആകെ 66.48 കോടി രൂപ ചിത്രം ഇതുവരെ നേടിയിട്ടുണ്ട്. 29 കോടി രൂപ ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചതെന്നതും ശ്രദ്ധേയമാണ്. അതിനിടെ സിനിമയുടെ OTT റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. വിവരങ്ങൾ പ്രകാരം സോണി ലിവിനാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശം ലഭിച്ചിരിക്കുന്നത്. കരാർ അനുസരിച്ചുള്ള തിയേറ്റർ ദിനങ്ങൾ പൂർത്തിയാക്കിയാൽ ഒന്നിലധികം ഭാഷകളിൽ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കും. സോണി ലിവ് OTT റിലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ സ്ട്രീമിംഗ് തീയതി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ജിബിൻ ഗോപിനാഥ്, ബിജു പപ്പൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മാളവിക, ശ്രുതി രാമചന്ദ്രൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് മുജീബ് മജീദാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.